27-ന്റെ അന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. 28-ന്റെ അന്നാണ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതും അവിടുന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്ന് പറയുന്നതും. ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയുടെ പേര് ദിവ്യ ജോണി എന്നാണ്. കഴിഞ്ഞ ദിവസം മരിച്ചുപോയി എന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നുള്ള ഒരു ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും മെജോറിറ്റി ആൾക്കാർക്കും ഇല്ല. യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ ഒരു അമ്മയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ അമ്മയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ വളരെ വലിയ തോതിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സാധാരണ ഒരു മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 50 മുതൽ 100 ഇരട്ടി വരെ ഈ ഒരു ടൈം പീരീഡിൽ ഹോർമോണുകൾ ഉണ്ടായിരിക്കും. ഹൈ ലെവലിൽ നിൽക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണൊക്കെ ഡെലിവറി കഴിഞ്ഞാൽ സഡൻ ആയിട്ട് താന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ അമ്മയുടെ ശരീരത്തിൽ എന്തൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, നല്ല പെയിൻ ആയിരിക്കും, നല്ല ക്ഷീണമായിരിക്കും, അമ്മയ്ക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാറുണ്ട്. നല്ല അലർട്ടായിട്ടുള്ള സ്റ്റേറ്റിലാണ് മിക്കവാറും എല്ലാ അമ്മമാരും കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളൊന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടന്നാലും ഒന്ന് ചെറുതായിട്ട് കരഞ്ഞാലും ഒക്കെ അവർ ഉണരുമ്പോഴത്തേന് ആ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോവാണ്. അത് കാരണം ഹോർമോണിൽ ഇംബാലൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓവർലോഡ് ആവും. ഓവർലോഡ് ഒരു പരിധി കടക്കുമ്പോഴത്തേനും നമ്മൾ സബ് കോൺഷ്യസ് സ്റ്റേജിലോട്ട് പോകും. സബ് കോൺഷ്യസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നതിനകത്ത് പല കാര്യത്തിലും ചേഞ്ച് ഉണ്ടായിരിക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വളരെ ലോജിക്കലായിട്ട് ഓരോ തീരുമാനം എടുക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഫീലിംഗ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത്.